മസ്റ്റായിട്ടും പാക്ക് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ് ഹോസ്പിറ്റൽ ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെ ID പ്രൂഫ്സും. ഡ്രസ്സസ് പാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മെറ്റർനിറ്റി വെയർ, അതുപോലെ തന്നെ ഫ്രണ്ട് ഓപ്പൺ മാക്സീസ്, ലൂസായിട്ടുള്ള ഡ്രസ്സുകൾ, ഇതെല്ലാം പാക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും നമുക്ക്. നോർമൽ ബ്രായേക്കാളും ഫീഡിങ് ബ്ര അതല്ലെങ്കിൽ നഴ്സിംഗ് ബ്ര ഒക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് നമുക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ബ്രസ്റ്റ് പാഡ്സ് കൊണ്ടുപോകാതെയാണ് പോയത്. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ നല്ലപോലെ അനുഭവിച്ചു. നിപ്പിളിലേക്കൊക്കെ ഉള്ളവർക്ക് ഈ ബ്രസ്റ്റ് പാഡ്സ് ഇല്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഓൺലൈനിൽ നിന്നോ അല്ലെങ്കിൽ ഫസ്റ്റ് ക്രൈ പോലുള്ള ഷോപ്പുകളിൽ നിന്നോ നമുക്കിത് മേടിക്കാനായിട്ട് കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് അണ്ടർവെയേഴ്സും അതുപോലെ തന്നെ മെറ്റർനിറ്റി പാഡ്സും ആണ്. ഇനി നമുക്ക് ടോയ്ലറ്ററീസിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ടൂത്ത് ബ്രഷ് ആൻഡ് ടൂത്ത് പേസ്റ്റ്, face wash, lip balm, hair brush or hair tie, shampoo and body wash, slippers and cozy socks, phone charger or power bank, സ്നാക്സ് ആൻഡ് വാട്ടർ ബോട്ടിൽ. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുമ്പോൾ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പെയർ ഓഫ് നല്ല ഡ്രസ്സ് നമുക്ക് ഇതുപോലെ പാക്ക് ചെയ്യാം. ഹോസ്പിറ്റലിൽ നിന്നെല്ലാം പ്രൊവൈഡ് ചെയ്യും, എന്നാലും നമുക്ക് വേണമെങ്കിൽ പില്ലോ അതുപോലെ തന്നെ ബ്ലാങ്കറ്റും നമുക്ക് കരുതാം. സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് സ്കിൻ കെയർ പ്രൊഡക്ട്സും ഇൻക്ലൂഡ് ചെയ്യാം. ഇനി നമുക്ക് ബേബി എസെൻഷ്യൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ന്യൂബോൺ ക്ലോത്ത്സ്, അത് കോട്ടൻ്റെ ആണെങ്കിൽ അത്രയും ബെറ്ററായി ഒരു 3-4 സെറ്റ് നമുക്ക് കരുതാം. ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ ബേബീസിന് ഭയങ്കര തണുപ്പായിരിക്കും. അപ്പോൾ നമുക്ക് മിറ്റൻസ്, സോക്സ്, ക്യാപ്സും ഇൻക്ലൂഡ് ചെയ്യാം. ബേബിനെ നല്ലപോലെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വാഡൽ ബ്ലാങ്കറ്റ്സ് നമുക്ക് കരുതാം. ന്യൂബോൺ ഡയപ്പർ ആൻഡ് ബേബി വൈപ്സ്, കുറച്ച് ബേബ് ക്ലോത്ത്സും കൂടി മേടിച്ചു വെക്കാം. ബേബി ടവൽസും അതുപോലെ തന്നെ ബേബി ബ്ലാങ്കറ്റ്സും ഇൻക്ലൂഡ് ചെയ്യാം. ബേബി കാർ സീറ്റ് ഉള്ളവർക്ക് അതും കൂടെ ക്യാരി ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാരി ചെയ്യാം, ഓപ്ഷണലാണ്. പിന്നെ നമ്മുടെ പാസിഫയർ ആണ്, അത് ഞാൻ കമ്പൽസറി ആയിട്ട് പറയില്ല, ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചൂസ് ചെയ്യാം. ഇതിലൊന്നും പെടാത്ത കുറച്ച് സാധനങ്ങളും കൂടി ഉണ്ട്, അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് പാക്ക് ചെയ്യാം. ഒരു പ്രഷ്യസ് മൊമെന്റ് ക്യാപ്ചർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ക്യാമറ അതല്ലെങ്കിൽ ട്രൈപോഡ് നമുക്ക് യൂസ് ചെയ്യാം. നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ സ്പീക്കേഴ്സോ അല്ലെങ്കിൽ ഒരു പ്ലേ ലിസ്റ്റോ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നഴ്സിംഗ് പില്ലോ, എക്സ്ട്രാ ടോട്ടി ബാഗ്, ഹാൻഡ് സാനിറ്റൈസർ, ഇതെല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്യാം. ഇനി അമ്മമാരാവാൻ പോകുന്നവർക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ചെറിയൊരു വീഡിയോ.